Hello guys, I am Azman and welcome back to my channel Superness. ഇതാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പുതിയ മാർവലിൻ്റെ ഇവിടേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, ഈ വരുന്ന ജൂലൈ 26 അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം, കുറച്ചെന്ന് വെച്ചാൽ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സോ ഈ ജൂലൈ 26 മാർവലിൽ നിന്ന് ഈ വർഷം പുറത്തു വരുന്ന ഒരേ ഒരു സിനിമയും ഈ വർഷത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമയായിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ ജൂലൈ 26 ഇറങ്ങാൻ പോവുകയാണ്. സോ ആ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ സിനിമയുടെ ഫുള്ളായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ MCUവിലെ ആദ്യത്തെ R-rated മൂവിയാണ് ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ. അതുപോലെ തന്നെ MCUവിലോട്ട് എക്സ്മെൻ അഥവാ മ്യൂട്ടൻസിനെയൊക്കെ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു സിനിമ കൂടിയാണ് ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അധികം ഹൈപ്പ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രീമിയർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല റിവ്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഷോയിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മൾ അമിത് ബ്രോയുടെ മൂവി എക്സ്പ്ലെയിനർ അമിത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. സോ എന്തായാലും ഈ മൂവി കാണുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഫ്കോഴ്സ് ഇതൊരു എന്താ പറയുക, എക്സ്മെൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് മൂവീസും സീരീസും നമ്മൾ ക്യാച്ചപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, അതായത് ഈ മൂവിയുടെ വില്ലൻ എന്ന് പറയുന്നത് കസാൻഡ്ര നോവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ ഒരു ഈവൽ കിന്നായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല, നമ്മുടെ വുൾവറീനായിട്ട് സാക്ഷാൽ ഹ്യൂ ജാക്ക്മാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. പക്ഷേ അതൊരു വളരെ കിടിലൻ കംബാക്ക് തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ആവണം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റയാൻ റെനോൾഡ്സും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് വേറെ മൂവീസൊന്നും ക്യാച്ചപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് റയാൻ റെനോൾഡ്സ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഷോൺ ലെവി ഈ മൂവിയുടെ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുറച്ച് മൂവീസും സീരീസും കാണേണ്ടതായിട്ടുണ്ട്. സോ അതിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഇത് ഡെഡ്പൂളിൻ്റെ 3ാമത്തെ സിനിമയാണ്. അതുകൊണ്ട് ഡെഡ്പൂൾ 1ഉം 2ഉം എന്തായാലും കണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, എക്സ്മെൻ മൂവീസ് എല്ലാം കണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ലോക്കി സീസൺ 1 സീസൺ 2, പിന്നെ ബ്ലേഡിൻ്റെ 3 സിനിമകളുണ്ട്. ബ്ലേഡിൻ്റെ ആ 3 സിനിമകൾ കാണുക. പിന്നെ ഡെയർ ഡെവിളിൻ്റെ മൂവി, എലക്ട്ര, പണിഷർ, ഫാൻറ്റാസ്റ്റിക് ഫോർ എന്നീ മൂവികളും കാണുക. സോ എനിക്കറിയാം ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ മൂവീസും കാണുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്യാച്ചപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഈവൻ ഈ പറയുന്ന ഞാൻ പോലും എല്ലാ മൂവീസും കുത്തിയിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. സോ എന്തായാലും ഈ മൂവിയിലെ കുറച്ച് കാര്യങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഗൈസ്. അതായത് ഈ മൂവിക്ക് എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ മാർവൽ ഫാൻസിനും. സോ ഈ മൂവിയിൽ മ്യൂട്ടൻസിനെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സീരീസ് ഉണ്ട്. ലീജിയൻ ഗിഫ്റ്റഡ് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ഞാൻ കോമിക് മന്ത്ര എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അവർ പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. ലീജിയൻ ഗിഫ്റ്റഡ് ഇതൊരു എക്സ്മെൻ യൂണിവേഴ്സിൽ വരുന്ന ഒരു സീരീസാണ്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിരിക്കുക. അത് മാത്രമല്ല, എക്സ്മെൻ യൂണിവേഴ്സിൽ നിന്ന് ന്യൂ മ്യൂട്ടൻസും കാണുക. പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമും ഇൻഫിനിറ്റി വാറും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സ്പൈഡർമാൻ നോ വേ ഹോം അതും കണ്ടിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കി സീസൺ 1ഉം 2ഉം മസ്റ്റായിട്ട് കണ്ടിരിക്കുക. പിന്നെ അവഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് ഈ മൂവി
കാണുന്നതിന് മുമ്പേ നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. കാരണം റയാൻ റെനോൾഡ്സിൻ്റെ ഒരു സിനിമയാണ്. റയാൻ റെനോൾഡ്സ് എസ്പെഷ്യലി ഒരു ഡെഡ്പൂൾ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എഗ്സിൻ്റെ റെഫറൻസസുകൾ, കോമിക് റെഫറൻസസുകൾ അയ്യേരി കളിയായിരിക്കും. അത് മാത്രമല്ല ഗൈസ്, എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് ഓൾഡ് മാൻ ലോഗൻ എന്ന് പറയുന്നൊരു കോമിക്കുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് വുൾവറീൻ്റെ ഈ ഒരു കഥ ഇതിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചിരിക്കുക. വളരെ നല്ലൊരു കോമിക്കാണ്. അതൊന്ന് വായിച്ചിരിക്കുക. അതൊന്ന് വായിച്ചാൽ ഒരു സ്റ്റോറിയുടെ ഒരു ഇത് നമുക്ക് ഐഡിയ നമുക്ക് കിട്ടും. പക്ഷേ ഇതായിട്ട് ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു അവഞ്ചേഴ്സിൻ്റെയും ഇതുവരെ മാർവൽ യൂണിവേഴ്സിൽ നടന്ന സീരീസിലും മൂവീസിലും നടന്ന കാര്യങ്ങളായിക്കോട്ടെ, ലോക്കി നടന്ന കാര്യമായിക്കോട്ടെ, ഡോക്ടർ സ്ട്രേഞ്ച് നടന്ന മൾട്ടിവേഴ്സിൻ്റെ കാര്യമായിക്കോട്ടെ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഐഡിയ അറിഞ്ഞു വെച്ചേക്കുക. എക്സ്മെൻ യൂണിവേഴ്സിനെ കുറിച്ചൊരു ഐഡിയ അറിഞ്ഞു വെച്ചേക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് അടിയും വെടിയും പുകയും തെറികളും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഒരു ഐഡിയ വെച്ചിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഓവർ എക്സ്പെക്റ്റേഷൻ വയ്ക്കരുത് എന്നാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് ഗൈസ്. പിന്നെ ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരിതെന്ന് പറയുന്നത് വുൾവറീനെ തന്നെയാണ്. ഞാൻ പേഴ്സണലി ഡെഡ്പൂളിനെ കാട്ടിന് വുൾവറീന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. സോ വുൾവറീൻ്റെ പടങ്ങളുണ്ട്. ലോഗൻ, എക്സ്മെൻ ഒറിജിൻസ് വുൾവറീൻ, ദ വുൾവറീൻ, അതൊക്കെ കണ്ടിരിക്കുക. എക്സ്മെൻ്റെ എല്ലാ പടങ്ങളും കാണാൻ പറ്റില്ലെങ്കിൽ ലോഗനെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടേക്കുക. പിന്നെ എന്താ പറയുക, ഡെഡ്പൂൾ പടങ്ങൾ, ഡെഡ്പൂൾ 1ഉം 2ഉം കാണാം. അതിൻ്റെ ഇടയ്ക്ക് 2 ഷോർട്ട് ഫിലിംസ് ഉണ്ട്. റയാൻ റെനോൾഡ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട്. അതൊന്ന് കണ്ടേക്കുക. ഹൗ ഡെഡ്പൂൾ സ്പെൻഡ് ഹലോവിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ മാത്രമല്ല, ഡെഡ്പൂൾ ആയിട്ട് അഭിനയിക്കുന്ന റയാൻ റെനോൾഡ്സിൻ്റെ ചാനലിൽ കുറച്ച് ഫൺ മൂമെൻറ്റ്സ്, അതായത് ഹ്യൂ ജാക്ക്മാനായിട്ടുള്ള ഫൺ മൂമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്, വീഡിയോസ്. സോ അതൊക്കെ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ എഗ് ആയിട്ട് കാണിച്ചേക്കാം. അത് മാത്രമല്ല, ഈ നമ്മുടെ ഷോൺ ലെവി ഡയറക്റ്റ് ചെയ്ത ഞാൻ ഇത് ഔട്ട് ഓഫ് മാർവൽ കണ്ടൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ പറയുക, നൈറ്റ് അറ്റ് ദ മ്യൂസിയം, ഫ്രീ ഗൈ എന്നീ പടങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കുക. പിന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ കുറച്ച് പടങ്ങളുണ്ട്, അതിനെ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കുക. കാരണം അതിൻ്റെ റെഫറൻസൊക്കെ ഇതിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും എല്ലാവരും പടം പോയി കാണുക ഗൈസ്. സോ എന്താ പറയുക, ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ LFG ഗൈസ്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ മൂവീസൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാതിരിക്കാം. പക്ഷേ ദയവ് ചെയ്ത് ആരും സ്പോയിലേഴ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ പറയുക, സ്പോയിലേഴ്സ് ഒന്നും പരത്താതിരിക്കാം. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവലായിട്ട് വീഡിയോ നമുക്ക് കൊണ്ടുണ്ടാകും. അതാണ് ദിസ് ഇസ് സൂപ്പർ എൻ്റർടൈൻമെൻറ്റ്. നമ്മളാണ് സൂപ്പർ ഹീറോസ്.